9ാം ക്ലാസ് വാർഷിക പരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ പരീക്ഷകളിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. പല ചോദ്യങ്ങളും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഏതാണെന്ന് മനസ്സിലാകണമെങ്കിൽ വീഡിയോ മുഴുവനായി തന്നെ കാണണം, ഒരിക്കലും നഷ്ടമാവുകയില്ല. ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ പരിചയപ്പെടാം. മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നൂസിലു ബിൽ മുനാസിബി. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. അതിലൊന്നാമത്തത് ചോദിച്ചിട്ടുള്ളത് ലിദ്ദുൻ നസീഹത്ത്, നസീഹത്തിൻ്റെ ഉപദേശം നൽകുക, നന്മ കാംക്ഷിക്കുക എന്നുള്ളതിൻ്റെ വിപരീതമായി വരുന്നത് ഏതാണ്? അൽ റിഷു, റിഷാകുന്നു. അഥവാ നന്മ സ്വീകരിക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് അത് റിഷായി മാറുന്നത്. ഉപദേശം കൊടുക്കുക, അത് സ്വീകരിക്കുകയാണ് നസീഹത്ത്. അതിൻ്റെ എതിരാണ് റിഷ്. 2, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മുൻകറായ മോശമായ വല്ലതിനെയും കണ്ടാൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, കൈകൊണ്ട് അതിനെ തടഞ്ഞുകൊള്ളട്ടെ. മൂന്നാമത്തത് ലാ തഖൂമു സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഹത്താ തത്ലുഅ ശംസു മിൻ മഅരിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ. അപ്പോൾ സാധാരണ കിഴക്കാണ് ഉദിക്കാറ്, പടിഞ്ഞാറ് ഉദിച്ചാൽ അത് ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണമാണ്. നാലാമത്തത് ഇദാ ദുയ്യത്തിൽ അമാനത്തു, അമാനത്തിന് സത്യസന്ധതയെ പാഴാക്കപ്പെട്ടാൽ ഫൻതുലിരിസാ, ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അഞ്ചാമത്തത് അൽ മലക്കുൽ മുവക്കലു ബിൻ നഫ്ഖി ഫിസൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആറാമത്തത് മഫാത്തിഹുൽ ഗൈബ് ഹംസത്തുൻ, ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ 5 ആകുന്നു. അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന 5 കാര്യങ്ങളിൽ ഇതിനോട് യോജിച്ചത് ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്, അത് അള്ളാഹ്ക്ക് അല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. അതാണ് മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ. ഇനി 7ാമത്തത് അൽ ഉസ്റത്തു യതഹഖഖു, ഒരു കുടുംബം ഉണ്ടാകും. ഏതൊക്കെ കാരണം? മിൻ അഫ്രാദിൽ ഇൻസാനി, മനുഷ്യനിൽ നിന്നുള്ള ഓരോരുത്തർ കൊണ്ടാണ് കുടുംബം ഉണ്ടാകുന്നത്. 8ാമത്തത് അഹിബ്ബ ലിന്നാസി, ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുക, മാ തുഹിബ്ബു ലി നഫ്സിക, നിനക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെടുക, എങ്കിൽ തകുൻ മുഅ്മിനൻ, നീ വിശ്വാസി ആകും. ഈ ഒരു രൂപത്തിലാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. ഇതിൽ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത് ചോദിച്ചേക്കാം. ഇത് അറബിയോടുകൂടെ തന്നെ പഠിക്കാൻ പരിശ്രമിക്കുക. ഇനി അടുത്തത് 2ാമത്തത് നുബയ്യിനു, വ്യക്തമാക്കാനാണ്. 1 സുഹുദുൽ ആരിഫീന, അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളുടെ പരിത്യാഗം എന്താണ്? തെർക്കുമാ യുഷ്ഇലുൽ അബ്ദ അനില്ലാഹി തആല വഹുവ സുഹുദുൽ ആരിഫീന, അള്ളാഹ് എന്ന ചിന്തയെ തൊട്ട് ജോലിയാക്കുന്ന എല്ലാറ്റിനെയും ഒഴിവാക്കുക. ആ വിഷയത്തിൽ ഏർപ്പെട്ടാൽ അള്ളാഹുവിനെ ചിന്തിക്കുന്നതിനെ തൊട്ട് ജോലിയാകും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കലാകുന്നു ആരിഫീങ്ങളുടെ പരിത്യാഗം. ഇനി 2ാമത്തത് അർ റജാഉ, റജാ ആണ്. ഹുവ ഇർത്തിയാജു കൽബിൽ അബ്ദി, അടിമയുടെ ഹൃദയത്തിൽ ആശ്വാസം കൊണ്ടുവരലാണ്, ആശ്വാസമടയലാണ്. ലിൻതിലാരി മാ ഹുവ മഹ്ബൂബുൻ ഇൻദഹു, അവനിക്ക് പ്രിയപ്പെട്ട ഒരു കാര്യത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അടിമയുടെ ഹൃദയത്തിൽ ആശ്വാസത്തിന് കൊണ്ടുവരലാണ് റജാ, പ്രതീക്ഷ എന്ന് പറയുന്നത്. 3ാമത്തത് അൻ നസീഹത്തു ലി ആമത്തുൽ മുസ്ലിമീന, പൊതുജനങ്ങൾക്കുള്ള നസീഹത്ത് എന്താണ്? നസീഹത്തു ആമത്തുൽ മുസ്ലിമീന വഹും മൻ അദാ ഉലാത്തുൽ ഉമൂർ, ആരാണ് പൊതുജനങ്ങൾ? അദാ ഉലാത്തുൽ ഉമൂറാണ്, നേതാക്കന്മാരല്ലാത്തവരാണ് പൊതുജനങ്ങൾ. ഫഇർഷാദുഹും, അവരെ നേർമാർഗത്തിലേക്ക് കാണിക്കുക, നേർമാർഗം കാണിച്ചു കൊടുക്കുക. ലി മസാലിഹിം, നന്മ കൊണ്ട്. ഫി ആഖിറത്തിഹിം, അവരുടെ ആഖിറത്തിൻ്റെ വിഷയത്തിലും. വദുനിയാഹും, അവരുടെ ദുനിയാവിൻ്റെ കാര്യത്തിലും നന്മ നേർവഴി കാണിക്കുക എന്നതാണ് പൊതുജനങ്ങൾക്കുള്ള നസീഹത്ത്. പൊതുജനങ്ങൾ ആരാണ്? ഉലാത്തുൽ ഉമൂർ അല്ലാത്തവരാണ്, നാട്ടിലെ പ്രമാണിമാരല്ലാത്തവരാണ് പൊതുജനങ്ങൾ.
നാലാമത്തത് അൻ നസീഹത്തുലി റസൂലില്ല, നബിതങ്ങൾക്കുള്ള നസീഹത്ത് എന്താണ്? അപ്പോൾ അമ്മൻ നസീഹത്തുലി റസൂലില്ല, നബിതങ്ങൾക്കുള്ള നസീഹത്ത് ഇപ്പോൾ തസ്ദീഖുഹു അല റിസാല, നബിയുടെ റിസാലത്തിൻ്റെ മേലിൽ വാസ്തവമാക്കലാണ്, സത്യമാക്കലാണ്, പ്രബോധനത്തിൻ്റെ മേലിൽ, പ്രവാചകത്വത്തിൻ്റെ മേലിൽ. വൽ ഈമാനു ബി ജമീഇ മാ ജാഅ ബിഹി, നബി കൊണ്ടുവന്ന എല്ലാറ്റിനെയും വിശ്വസിക്കലുമാകുന്നു. അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുന്നേ കഷ്ടപ്പെട്ട് ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നത് എനിക്ക് നന്ദി സൂചകമായി ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് താങ്ക്സ് എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വളരെ സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കുക. പൂർത്തിയാക്കാനാണ്. ഒന്ന്, കാല ജരീർ എന്നവർ പറയാണ്, ബായത്തു റസൂലുള്ള, നബിതങ്ങൾ ഞങ്ങളോട് ബയ്യത്ത് ചെയ്തു, അലാ ഇക്കാമി സ്വലാത്തി, നിസ്കാരം നിലനിർത്താനും, വൈത്തായി ജക്കാത്ത്, ജക്കാത്ത് കൊടുക്കാനും, വ നുസ്ഹിലി കുല്ലി മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും നസീഹത്ത്, നന്മ ഉപദേശിക്കാനും നന്മ ചെയ്യാനും വേണ്ടി ഞങ്ങളോട് ബൈഅത്ത് ചെയ്തു എന്ന് ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. 2, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളായിരുന്നു ലാ യദ്ഖിറു ഷൈഅൻ ലിയോദ്, നാളേക്ക് വേണ്ടി ഒന്നിനെയും ശേഖരിച്ചു വെക്കാറില്ല. 3, കാലൂ, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മാ ത്വീനത്തുൽ ഖബാൽ, എന്താണ് ത്വീനത്തുൽ ഖബാൽ? കാല, നബിതങ്ങൾ പറഞ്ഞു, അറക്കു അഖിലിന്നാർ, ഒന്നിരിക്കൽ അത് നരകത്തിലെ ആളുകളുടെ വിയർപ്പ്, അല്ലെങ്കിൽ ആ ഉസാത്തു അഖിലിന്നാർ, നരകത്തിലെ ആളുകളെ കത്തിയ ആ ജലം, അതിൽ നിന്ന് ഒഴുകി വരുന്ന നീര്, അതാണെന്ന് പറഞ്ഞു. 4, കാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മന്നാനുൻ വല ആക്കുൻ, ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നവനും, വല ആക്കുൻ, മാതാപിതാക്കളെ അടങ്ങാറാക്കുന്നവനും, വല മുതുബിനുൽ ഖംർ, നിത്യമായി കള്ളു കുടിക്കുന്നവനും ലഹരി ഉപയോഗിക്കുന്നവനും സ്വർഗത്തിൽ ഒരിക്കലും കടക്കുകയില്ല. 5, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം കാന യസ്നഉ ദിർഅ, അദ്ദേഹം പടയങ്കി ഉണ്ടാക്കും, വയബിഉ, അത് വിൽക്കും, വയക്കുലു മിൻഹു, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ് വായിച്ചത്. ഓർമ്മയിൽ ഉണ്ടായിരിക്കണേ, മറന്നു പോകരുത്. നുജീബ് ഉത്തരം എഴുതാം. അൽ ഹയാഉ ലജ്ജ യകൂനു മംദൂഹൻ മത, ലജ്ജ എന്നുള്ളത് എപ്പോഴാണത് സ്തുതിക്കപ്പെടുന്നതാകുന്നത്? അൽ ഹയാഉ യംനഉ സോയിബഹു മിനൽ മആസി, ഒരാളെ അതിൻ്റെ ഹയാ ഉള്ളവനെ തെറ്റിൽ നിന്ന് തടയുക. ഒമിൻ കുല്ലി മാ ലാ യലീഖു ബിഹി ഫയകൂനു മംദൂഹൻ, അതുപോലെ തന്നെ അവനോട് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴും തെറ്റുകളിൽ നിന്നും ഒരാളെ തടയപ്പെടുമ്പോഴുമാണ് ലജ്ജ മംദൂഹാകുന്നത്, നല്ലതാകുന്നത്. നേരെ മറിച്ച് ഒരു അറിവിലുള്ള സംശയം എങ്ങനെ ചോദിക്കുമെന്ന് മടിച്ചിരിക്കുക, അത് മംദൂഹല്ല. ഈ രൂപത്തിലാണത് മംദൂഹായി വരുന്നത്. 2, മാതാകാല സുഫിയാനു സൗരി അനി സുഹുദി, പരിത്യാഗത്തെക്കുറിച്ച് സുഫിയാനു സൗരി എന്താണ് പറഞ്ഞത്? അസ് സുഹുദു ഫി ദുനിയ, ദുനിയാവിലുള്ള പരിത്യാഗം എന്ന് പറഞ്ഞാൽ കസ്റുൽ അമൽ, ആഗ്രഹത്തെ ചുരുക്കുക, ആഗ്രഹത്തെ കുറക്കുക. ലൈസബി അഖിലിൽ ഒലീൽ, അല്ലാതെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുകയോ, വലാബിൽ ഒബുസുൽ ഒബായി, കരിമ്പടം പുതച്ച് വസ്ത്രമാക്കി നടക്കൽ കൊണ്ടോ കട്ടിയുള്ള വസ്ത്രം ധരിക്കൽ കൊണ്ടോ അല്ല. ദുനിയാവിൽ ആഗ്രഹത്തെ ചുരുക്കലാണ് പരിത്യാഗം എന്ന് പറയുന്നത്. 3, അൽ അമാനത്തു മാഹിയ, അമാനത്ത് എന്നാൽ എന്താണ്? മാ ഫറദഹുല്ലാഹു തആല അലാ ഇബാദിഹി മിനൽ ഹുഖൂഖി, അള്ളാഹു തആല തൻ്റെ അടിമകളുടെ മേൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളായി നിർബന്ധമാക്കിയതാണ് അമാനത്ത് എന്ന് പറയുന്നത്. ഇനി 5, നെക്തുബ് ഇസ്നൈനി, 2 എഴുതുക. ഉസൂലുൽ മക്കാസിബ്, അടിസ്ഥാനമായ തൊഴിൽ ഏതൊക്കെയാണ്? സിറാഅത്തു, കൃഷിയാണ്, വ തിജാറത്തു, കച്ചവടമാണ്, വ സുനഅത്തു, മറ്റുള്ള കൈ ജോലികളാണ്. അപ്പോൾ ഇതാണ് അടിസ്ഥാനമായിട്ടുള്ള ജോലികൾ. കൃഷിയില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമോ? 2, അലാമത്തു ഷക്കാവത്തി, ഷക്കാവത്തിൻ്റെ ഹൃദയകാഠിന്യത്തിൻ്റെ അടയാളങ്ങൾ കില്ലത്തുൽ ഹയാ, ലജ്ജ കുറയുക, കസ്വത്തുൽ കൽബ്, കട്ടിയായ ഹൃദയം, ജുമൂദുൽ ഐന്, കരയാത്ത കണ്ണുകൾ, അർഅബത്തു ഫിദ്ദുന്യ, ദുനിയാവിലുള്ള അത്യാഗ്രഹം, തൂലുൽ അമൽ, അതുപോലെ തന്നെ ആയുസ് ഇങ്ങനെ കൂടിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുക. ഇനി 3, അർബഅത്തു അളായിമ ഇർത്തികബഹ ഷാഹിദു സൂർ, കള്ളസാക്ഷി പ്രവർത്തിക്കുന്ന 4 വലിയ പാപങ്ങൾ, ഓൻ്റെ കള്ളസാക്ഷ്യത്തിലൂടെ ഉണ്ടായി വരുന്ന 4 വലിയ തെറ്റുകൾ. അൽ കദിബുൽ വൽ ഇഫ്തിറാവു, അവൻ കളവിനെ നിർമ്മിച്ചുണ്ടാക്കലും. അന്നഹു ലലമല്ലദി ഷഹിദ അലിഹി അത്ത അഖദ ബിഷഹാദത്തിഹി മാലഹു വയറുലഹു വ റൂഹഹു, ഇവൻ കള്ളസാക്ഷ്യം പറഞ്ഞതിലൂടെ
അർഹതയില്ലാത്തവനിക്ക് സ്വത്ത് കിട്ടുന്നു, അർഹതയുള്ളവൻ്റെ സ്വത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സ്വത്ത് മാത്രമല്ല അവൻ്റെ അഭിമാനം പോകുന്നു, അതുപോലെ തന്നെ അവനെ കൊലക്ക് വിധിച്ചാൽ കൊലയും നടക്കുന്നു, അവൻ്റെ റൂഹും പോകുന്നു. ഇതൊക്കെ എന്ത് കാരണത്താലാണ്? അവന് അയാൾക്ക് കിട്ടേണ്ടതല്ല ഇയാൾക്കാണ് കിട്ടേണ്ടത് എന്ന് കള്ളം പറഞ്ഞതുകൊണ്ട് നടക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. ഈ പറഞ്ഞത് മുഴുവൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 10 മാർക്ക് ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. വിട്ടുപോകരുത്. 6ാമത്തത് നുതർജിമു പരിഭാഷപ്പെടുത്താനാണ്. അതിൻ്റെ അർത്ഥം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു പേപ്പർ മുഴുവനായി വായിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു പേപ്പർ ഇതിൽ കൊടുക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ അർത്ഥം വെച്ച പേപ്പറിലുള്ള പല ചോദ്യങ്ങളും ഈ പേപ്പറിൽ വന്നിട്ടുണ്ട്. ആവർത്തിച്ചു വരുന്നതിനെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുകൊണ്ട് തിരഞ്ഞെടുത്ത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക.